നമസ്കാരം. ധനുഷും മൃണാൾ താക്കൂറും ഫെബ്രുവരി 14-ാം തീയതി വിവാഹിതരാകാൻ പോവുകയാണോ എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴുള്ള സംസാരം. പ്രധാന മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇന്ന് ഉച്ച മുതൽ തന്നെ ഏറ്റവും കൂടുതൽ സർക്കുലേറ്റ് ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നതും ഈ വാർത്തയാണ്. ഈ ധനുഷും മൃണാൾ താക്കൂറും തമ്മിൽ ഡേറ്റിംഗ് ആണെന്നുള്ളത് കുറച്ചധികം നാളുകളായിട്ട് തന്നെ കറങ്ങി നടക്കുന്ന ഒരു സിറ്റുവേഷനാണ്. പ്രത്യേകിച്ച് സൺ ഓഫ് സർദാറിന്റെ രണ്ടാം ഭാഗത്തിൽ മൃണാൾ താക്കൂർ അഭിനയിച്ചിരുന്നു. അതിന്റെ സിനിമയുടെ ഒരു പേർപ്പസിന്റെ ആവശ്യത്തിനായി ധനുഷ് എത്തിയിരുന്നു. അപ്പോൾ മൃണാൾ താക്കൂർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത് ഇത് ഞങ്ങളെ വെച്ച് ലിങ്ക് ചെയ്യരുത്, അജയ് ദേവ്ഗൺ ക്ഷണിച്ചിട്ടാണ് ധനുഷ് എത്തിയത് എന്നുള്ളതാണ്. ഇപ്പോൾ തേരെ ഇഷ്ക് മേ എന്ന സിനിമയിൽ ധനുഷ് ആ സിനിമയുടെ സക്സസ് സെലിബ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് മൃണാൾ താക്കൂറും എത്തിയിരുന്നു. അപ്പോൾ കുറച്ചധികം നാളുകളായിട്ട് ഈ ധനുഷ് മൃണാൾ താക്കൂർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു സാധനം കൂടിയുണ്ട്. ഇപ്പോഴത്തെ ഫെബ്രുവരി 14-ാം തീയതി വളരെ പ്രൈവറ്റ് ആയിട്ടൊരു ചടങ്ങിൽ ഇരുവരും വിവാഹിതരാകാൻ പോകുന്നു എന്നുള്ളതാണ് വാർത്ത. മൃണാൾ സൗത്ത് ഇന്ത്യൻ സിനിമകളിലും പിന്നീട് ബോളിവുഡ് സിനിമകളിലും പോയി തരംഗമായി മാറി. ധനുഷ് ഇപ്പോൾ തെന്നിന്ത്യൻ സിനിമകളിൽ നിന്ന് ഇപ്പോൾ ഹിന്ദി സിനിമകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആനന്ദൽ റായുടെ ഏറ്റവും ഒടുവിലത്തെ സിനിമയായ തേരെ ഇഷ്ക് മേൻ ഇപ്പോൾ OTT പ്ലാറ്റ്ഫോമിലുണ്ട്. അതായിരുന്നു ധനുഷിൻ്റെ ഏറ്റവും റിലീസായ ബോളിവുഡ് ചിത്രം. അതിനിടയിൽ ധനുഷ് സംവിധാനം ചെയ്യുന്നുണ്ട്. ഇഡ്ലി കട എന്ന സിനിമയാണ് ലേറ്റസ്റ്റ് സംവിധാന സംരംഭം. അതിനുശേഷം ഇപ്പോൾ ധനുഷ് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. വിഘ്നേഷ് രാജയുടെ ഏറ്റവും ഒടുവിലത്തെ സിനിമയിൽ ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ധനുഷും വളരെ ബിസിയാണ്, മൃണാൾ താക്കൂറും വളരെ ബിസിയാണ്. പക്ഷേ ഇരുവരും ഒഫീഷ്യലി ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. ഒരു ഇൻസൈഡ് റിപ്പോർട്ട്സ് ആണ് വരുന്നത്. ആദ്യം ഫ്രീ പ്രസ് ജേർണലിൻ്റെ ഒരു റിപ്പോർട്ടായിട്ടാണ് ഇപ്പോൾ പുറത്തു വന്നത്. ഫെബ്രുവരി 14-ാം തീയതി ഇരുവരും വിവാഹിതരാകാൻ പോകുന്നു എന്നുള്ളത്. ധനുഷ് ആദ്യ വിവാഹം ഐശ്വര്യ രജനീകാന്തുമായി, രജനീകാന്തിൻ്റെ മകളുമായിട്ടായിരുന്നു വിവാഹം കഴിച്ചിരുന്നത്. ഇതെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. 2022-ൽ അവർ ഡിവോഴ്സായി. 2 മക്കളാണ് ഉള്ളത്. അപ്പം അതിനുശേഷം 2022-ന് ശേഷം ഐശ്വര്യ രജനീകാന്ത് ആവട്ടെ വേറൊരു ലൈഫുമായിട്ട് മുന്നോട്ട് പോകുന്നു. ധനുഷ് എന്താണ് ചെയ്യാൻ പോകുന്നതെന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. മൃണാൾ താക്കൂർ ആവട്ടെ മൃണാളുമായിട്ട് ബന്ധപ്പെട്ട ഒരു റാപ്പ് സിംഗർ ബാദ്ഷയുടെ പേരൊക്കെ വെച്ച് ലിങ്ക് ചെയ്തിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ്. പക്ഷേ അതിനുശേഷം പിന്നെ ഒന്നും ഉണ്ടായില്ല. പിന്നീടാണ് മൃണാൾ താക്കൂറും ധനുഷും നമ്മൾ ഡേറ്റിംഗ് ആണെന്നുള്ള സ്ട്രോങ് റൂമേഴ്സ് വളരെയധികം ചർച്ചയായിക്കൊണ്ടിരുന്നത്. റൂമർ ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അതിനകത്ത് വാർത്താ കണ്ടന്റ് ഇടം പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ റൂമേഴ്സൊക്കെ ഇങ്ങനെ തട്ടുകളയാണ് ചെയ്യാറ്. അറ്റ്ലീസ്റ്റ് സ്ട്രോങ് റൂമേഴ്സ് ആയിരിക്കണം. പക്ഷേ പല ചടങ്ങുകളും ഇരുവരും ഒരുമിച്ച് ഷെയർ ചെയ്യുന്നതും ഇവരും ഒരുമിച്ചുള്ള മൊമെന്റ്സും ഒക്കെ തന്നെ സോഷ്യൽ മീഡിയ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ ഈ മൃണാൾ ആദ്യം നെഗ്ലക്ട് ചെയ്തുകൊണ്ടിരുന്ന ബന്ധം പിന്നീട് ഫ്രണ്ടായി, പിന്നീട് ക്ലോസ് ഫ്രണ്ടായി. ഇതൊക്കെ മൃണാൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും ഇരുവരും ഡേറ്റിംഗ് ആണ് എന്നുള്ളത് പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. അവിടെ നിന്നുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വാർത്തയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തത്. ഇരുവരും ഒഫീഷ്യലി അത് ഇതുവരെ ഡിക്ലൈൻ ചെയ്തിട്ടില്ല. ഇത് ഏകദേശം രാവിലെ മുതൽ ഉച്ചയോടുകൂടി വളരെയധികം സ്ട്രോങ് ആയിട്ട് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. നാഷണൽ മീഡിയ ഒട്ടാകെ തന്നെ ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ തരത്തിലും ഈ വാർത്ത ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. വലിയ രീതിയിൽ ട്രെൻഡിങ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇസ് ധനുഷ് ഡേറ്റിംഗ് മൃണാൾ താക്കൂർ ഓർ ആർ ദേ ഗോണ ഗെറ്റ് മാരിഡ് എന്നുള്ളൊരു ചോദ്യം വളരെ സ്ട്രോങ് ആയിട്ട് സ്പെക്കുലേഷൻ ആയിട്ട് നിൽക്കുകയാണ്. ഇവിടെയും മാധ്യമങ്ങൾ അത് ഏറ്റെടുത്ത് തുടങ്ങി. എന്നാൽ പോലും അതുമായി ബന്ധപ്പെട്ടൊരു ഒഫീഷ്യൽ കൺഫർമേഷൻ ഇരുവരുടെയും ഭാഗത്തു നിന്നോ ഇരുവരുടെയും ഫാമിലിയുടെ ഭാഗത്തു നിന്നോ ഒന്നും ഉണ്ടാവാത്തത് കൊണ്ട് തന്നെ ഇത് റൂമറായിട്ട് തന്നെ ഇപ്പോഴും നിൽക്കുകയാണ്. ബട്ട് ഒരു ഹ്യൂജ് ക്വസ്റ്റ്യൻ മാർക്ക് അങ്ങനെ നിൽക്കുകയാണ്. ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ ആണ്. അപ്പോൾ ആ ദിവസം തന്നെ നോക്കി ഇരുവരും വിവാഹിതരാകാൻ പോവുകയാണോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പരക്കെയുള്ള ചർച്ച.